കരുവന്നൂർ കള്ളപ്പണക്കേസിൽ അന്വേഷണം ഉന്നത CPM നേതാക്കളിലേക്ക്. മുൻ MP PK ബിജുവിനെ ED ചോദ്യം ചെയ്യുന്നു. ബാങ്ക് തട്ടിപ്പിൽ CPM നിയോഗിച്ച അന്വേഷണ സമിതിക്ക് നേതൃത്വം നൽകിയത് PK ബിജുവായിരുന്നു. കേസിലെ മുഖ്യപ്രതി P സതീഷ് കുമാറുമായി ബിനാമി ഇടപാടുകൾ ഉണ്ടായിരുന്നവരിൽ ഒരാൾ മുൻ MP ആണെന്ന് സാക്ഷിമൊഴിയുണ്ട്. എന്തിനാണ് വിളിപ്പിച്ചതെന്ന് അറിയില്ലെന്നായിരുന്നു PK ബിജുവിന്റെ പ്രതികരണം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ നേതാക്കളുടെ പങ്കാളിത്തം പുറത്തുവന്നതിന് പിന്നാലെ PK ബിജുവിന്റെ നേതൃത്വത്തിൽ തട്ടിപ്പിൽ CPM അന്വേഷണ സമിതിയും ജില്ലാ നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ അന്വേഷണ സമിതി റിപ്പോർട്ട് ED ആവശ്യപ്പെട്ടിട്ടും ഹാജരാക്കാൻ തൃശൂർ ജില്ലാ സെക്രട്ടറി തയ്യാറായിരുന്നില്ല. ഇതിനൊപ്പം കേസിലെ മുഖ്യസാക്ഷി ജിജോറിന്റെ മൊഴിയിൽ P സതീഷ് കുമാറുമായി മുൻ MPക്കുള്ള ബന്ധം വ്യക്തമാക്കുന്നുണ്ട്. വായ്പ അനുവദിക്കൽ, നിക്ഷേപങ്ങൾ സ്വീകരിക്കൽ എന്നിവയിൽ നേതാക്കൾ ഇടപെട്ടതായും മൊഴികളുണ്ടായിരുന്നു. ഇതെല്ലാം സംബന്ധിച്ചാണ് വിശദമായ ചോദ്യം ചെയ്യൽ. രാവിലെ 10:15ഓടെയാണ് PK ബിജു കൊച്ചി ED ഓഫീസിൽ ഹാജരായത്. ED എന്തിനാണ് വിളിച്ചതെന്ന് അറിയില്ലെന്നും ആദ്യമായാണ് സമൻസ് ലഭിക്കുന്നതെന്നും PK ബിജു പ്രതികരിച്ചു. അല്ല, ED വിളിച്ചിരിക്കുന്നു, എന്താണെന്നറിയില്ല. അതെ, അവരുമായിട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് കഴിയുന്ന മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നോക്കാം, ഇത് കഴിഞ്ഞിട്ട് പറയാം. പാർട്ടിയുടെ അന്വേഷണ സമിതിയിലെ അംഗമാണെന്നതിലേക്ക് എന്താണെന്നറിയില്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ആദ്യമായിട്ട് നോട്ടീസ്. അത് നിങ്ങൾ വാർത്ത കൊടുത്ത മാത്രമേ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MPയുമായ PK ബിജുവിനെ കൂടി ED ചോദ്യം ചെയ്തതോടെ പാർട്ടി നേതൃത്വം പ്രതിരോധത്തിലാണ്. ഇന്നലെ ഹാജരാകാൻ സമൻസ് ലഭിച്ചിട്ടും പത്രികാ സമർപ്പണ തിരക്ക് ചൂണ്ടിക്കാട്ടി ഹാജരാകാതിരുന്ന CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ നാളെ ഹാജരാകാൻ നിർദ്ദേശിച്ച് വീണ്ടും സമൻസ് നൽകിയിട്ടുണ്ട്. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലറും CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ PK ഷാജിനും നാളെ ഹാജരാകണം. ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവർക്ക് ആവർത്തിച്ച് സമൻസ് നൽകി ED നിയമനീക്കങ്ങൾ ശക്തമാക്കിയതോടെയാണ് PK ബിജുവും ഹാജരായത്. ജനം, കൊച്ചി.